ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി സഹോദരിമാരായ നമുക്ക് ദൈവവചനത്തിൻ്റെ പഠനത്തിനായിട്ട് ഒരുമിച്ച് കൂടാൻ ദൈവം അവസരം തന്നവർക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എടുക്കുന്നത് മേടകളി ചർച്ചിലെ ഷേർലി മനോജാണ്. ക്ലാസ് റോൾ ഓഫ് ഫാമിലി ഇൻ ദി ചർച്ച്. നമ്മളെ കർത്താവിൻ്റെ പരിപാടിയായിട്ടുള്ള സഭയിലെ ഒരു കുടുംബത്തിൻ്റെ റോൾ എന്താണ് എന്നുള്ളത് നമുക്കിന്ന് പറഞ്ഞു തരാനായിട്ട് ഷേർലി സൗരി ഒരുങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഷേർലി സൗരിനെ എല്ലാവർക്കും തന്നെ അറിയുന്നതായിരിക്കും. അവരുടെ വീട്ടിലാണ് ചർച്ച് മീറ്റിംഗ് നടക്കുന്നത്. ഒരു വീട്ടിൽ ചർച്ച് മീറ്റിംഗ് നടക്കണമെങ്കിൽ എത്രത്തോളം ഒരു സഹോദരിക്ക് സപ്പോർട്ടും അധ്വാനവും ഒക്കെ ആവശ്യമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ നിലയിൽ മാത്രമല്ല, ചർച്ചിൻ്റെ എല്ലാ പ്രോഗ്രാമുകളിലും സുവിശേഷ പ്രവർത്തനത്തിലാണെങ്കിലും യൂത്തിൻ്റെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ, സഹോദരിമാരുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ വളരെ ഉത്സാഹത്തോടു കൂടി തൻ്റെ മിനിസ്ട്രി ചെയ്യുന്ന ഒരു സഹോദരിയാണ്. എല്ലാം കൊണ്ട് നമുക്ക് ഈ ഇങ്ങനെ ഒരു ക്ലാസ്സിന് ഏറ്റവും യോഗ്യതയുള്ള ഒരാൾ തന്നെയാണ് ഷേർലി സഹോദരി. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തില് സ്നേഹവന്ദനം. ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ എനിക്കിങ്ങനെ ഒരു അവസരം തന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. പലരും എനിക്ക് മെസ്സേജ് അയച്ചു, പലരും എനിക്ക് കോൾ ചെയ്തു. അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. അതാണ് എനിക്ക് ഈ ക്ലാസ് എടുക്കാനായിട്ടുള്ള എൻ്റെ ധൈര്യവും. അതാണ് നിങ്ങളിന്ന് ഇൻട്രൊഡക്ഷനിൽ കേട്ടതുപോലെ നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം റോൾ ഓഫ് ദ ഫാമിലി ഇൻ ദ ചർച്ച്. സഭയിൽ ഒരു കുടുംബത്തിന്റെ പങ്ക്, അല്ലെങ്കിൽ സഭയും കുടുംബവും എന്ന വിഷയമാണ്. ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു 2 സ്റ്റേറ്റ്മെന്റ് വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദ സ്പിരിച്വൽ സ്ട്രെങ്ത് ഓഫ് ദ ചർച്ച് ഈസ് മെഷേർഡ് ബൈ ദ സ്പിരിച്വൽ ലൈഫ് ഓഫ് ഇറ്റ്സ് ഫാമിലി. ഒരു സഭയുടെ ആത്മീക ശക്തി എന്ന് പറയുന്നത് സഭയിലെ കുടുംബങ്ങളുടെ ആത്മീയ ജീവിതത്തെ ആശ്രയിച്ചിരിക്കും. When Christ is the center of the home, the church shines brighter in the world. യേശുക്രിസ്തു കുടുംബത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദു ആണെങ്കിൽ സഭ ലോകത്തിന്റെ ഒരു വിളക്കായിരിക്കും. ഞാൻ ഈ വാചകം വായിച്ചപ്പം എത്രയോ ചിന്തിപ്പിക്കുന്ന ഒരു വാചകമാണെന്ന് എനിക്ക് മനസ്സിലായി. കുടുംബത്തെ അവഗണിച്ചിട്ട് സഭയെ അവഗണിച്ചിട്ട് കുടുംബത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുവാനായിട്ടോ സാധിക്കില്ല. ഇത് രണ്ടും ഒരുപോലെ പ്രാധാന്യമുള്ള ദൈവത്തിന്റെ പരിപാടിയായിരിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ സൺഡേ മാത്രം എന്ന ഒരു ചിന്ത നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഭയങ്കര അപ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഈ വിഷയം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതിനെ ഒട്ടും വില കുറച്ച് കാണുവാനായിട്ട് നമുക്ക് അനുവാദവുമില്ല. സഭയിൽ കുടുംബത്തിന്റെ പങ്കാണ് വിഷയമെങ്കിലും എന്നോട് പ്രിയപ്പെട്ടവർ പറഞ്ഞത് സഭയിൽ സഹോദരിമാർക്ക് സഭയുടെ വളർച്ചയ്ക്കായി എന്ത് പങ്ക് വഹിക്കാനായിട്ട് സാധിക്കും എന്ന കാര്യത്തിൽ ഊന്നൽ കൊടുക്കാനായിട്ടാണ് എന്നോട് സഹോദരിമാർ ആവശ്യപ്പെട്ടത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ വിഷയം ആ നിലയിൽ ചിന്തിച്ച് ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. സഭ എന്ന ദൈവത്തിന്റെ പരിപാടിയിലേക്ക് നോക്കിയാല് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, ഒരു വളരെ കുറഞ്ഞ ഒരു ഭൂരിപക്ഷം മാത്രം സഭയെ വളരെ ഗൗരവമായിട്ട് കാണുന്നത് സഹോദരിമാരാണെങ്കിലും കുടുംബമായിട്ടാണെങ്കിലും സഹോദരന്മാരൊക്കെ ആണെങ്കിലും ഒരു ചെറിയ ഒരു കുറഞ്ഞ ഭൂരിപക്ഷം മാത്രം സഭയെയും സഭയുടെ പരിപാടികളെയും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് കാണുകയും, എന്നാൽ ഒരു ബഹുഭൂരിപക്ഷം നമ്മൾ കേട്ടതുപോലെ ഒരു ഞായറാഴ്ച ഉള്ള ഒരു പരിപാടിയായി കണ്ട് ഒരു പക്ഷെ അവരുടെ ചിന്തകൾ അവരുടെ മക്കളോ അവരുടെ കരിയറോ എഡ്യൂക്കേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നത് എന്തായിരിക്കും എന്ന് ഞാനിങ്ങനെ ഈ ക്ലാസ്സിനെ കുറിച്ച് പഠിച്ചപ്പം ഞാൻ ചിന്തിക്കുകയുണ്ടായി. ഈ ചോദ്യത്തിൽ ഇപ്പൊ ഞാനിത് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. എന്നാലും ഈ വിഷയം പഠിക്കുമ്പോൾ അതിന് മുന്നോടിയായി പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരുടെ ഹൃദയത്തിൽ പതിയേണ്ട 2-3 കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ്സിലേക്ക് കിടക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാം ആരാണെന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം അല്ലെങ്കിൽ അത്രയും സമയം നമുക്ക് ഫലപ്രദമായിട്ട് നമ്മുടെ ശുശ്രൂഷകൾ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല.
ദൈവം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സഹോദരിമാർക്ക് കൊടുത്തിരിക്കുന്ന പദവിയെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് അറിവില്ലാത്തതാണ് പലപ്പോഴും ഫലപ്രദകരമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കാതെ പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് നോക്കിയാല് ദൈവത്തിന്റെ സൃഷ്ടിയില് ദൈവം പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചപ്പം സൃഷ്ടിയിലെ ഒരേ മൂല്യത്തില് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് പഴയ നിയമ ചരിത്രമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പുതിയ നിയമത്തിലേക്ക് വരുമ്പം യേശു ക്രിസ്തു നമുക്ക് മനുഷ്യവർഗത്തിന് ഒരുക്കിയ രക്ഷയുടെ പരിപാടിയിലേക്കൊക്കെ നോക്കിയാല് 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 7-ലും ഗലാത്യ ലേഖനം 3-ന്റെ 26 അങ്ങനെയുള്ള ബൈബിളിലെ ചില വാക്യങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ പോയാല് യേശു ക്രിസ്തു ഒരുക്കിയ രക്ഷാകര പദ്ധതിയില് സ്ത്രീയെ കുറിച്ച് പറയുമ്പം അവൾ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശിയാണ് എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പം യേശുവിലുള്ള വിശ്വാസത്താൽ നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്നും അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ രക്ഷയുടെ പരിപാടിയിലാണെങ്കിലും ദൈവത്തിന്റെ ആ ഒരു തുല്യമായിട്ടുള്ള പങ്ക് സ്ത്രീകൾക്ക് തന്നിരിക്കുന്ന തുല്യ പങ്കിനെ കുറിച്ച് നമുക്ക് അവഗണിക്കാനായിട്ട് പറ്റില്ല. രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസികൾക്കും കർത്താവായിട്ടുള്ള യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും പരിശുദ്ധാത്മാവ് കൃപാവരങ്ങളെ കൊടുക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെയും നമുക്ക് ഇങ്ങനെയുള്ളതായിരിക്കുന്ന യാതൊരു വ്യത്യാസങ്ങളോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ ഞാൻ ഈ കൃപാവരത്തോടുള്ള ഒരു ബന്ധത്തിൽ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയട്ടെ. ദൈവം പരിശുദ്ധാത്മാവിനാല് കൃപാവരങ്ങളെ പകുത്തു കൊടുക്കുമ്പം സഹോദരിമാരുടെ കൃപാവരങ്ങൾ ഉപയോഗിക്കാനായിട്ടുള്ള പരിധികളും പരിമിതികളും ഒക്കെ ദൈവവചനം വെച്ചിരിക്കുന്ന പരിധിക്കുള്ളിൽ നിന്നിട്ട് ചെയ്യണമെന്ന് തന്നെയാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. സഭയെ പഠിപ്പിക്കുവാനായിട്ടോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനായിട്ടോ ദൈവം നമുക്ക് പെർമിഷൻ തരുന്നില്ല. അങ്ങനെ നമുക്ക് ഇത്ര മഹത്വകരമായിട്ടുള്ള ഒരു പദവിയിലാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മളുടെ മനസ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അത് സൃഷ്ടിയിലാണെങ്കിലും രക്ഷയുടെ കാര്യത്തിലാണെങ്കിലും ദൈവം തന്നിരിക്കുന്ന കൃപാവരത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ അത് നമ്മളുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ ആണെങ്കിലാണ് നമുക്കത് ഫലകരമായിട്ട് നമുക്ക് ഈ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നീട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ ഇൻട്രൊഡക്ഷന്റെ ഭാഗമായിട്ട് പറയട്ടെ. ദൈവം നമ്മളെ വിളിച്ച് ദൈവത്തിന്റെ പരിപാടിയിലാക്കിയിട്ട് നമ്മളെ എവിടെയെങ്കിലും ഇങ്ങനെ കൊണ്ടുപോയി ആക്കിയിട്ടിട്ട് ദൈവം പോവുകയല്ല ചെയ്തേ. ദൈവിക പരിപാടിയായിട്ടുള്ള ഒരു സഭയില് ഒരു ദൈവത്തിന്റെ വലിയൊരു പരിപാടിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചും സഹോദരിമാരുടെ ഇടയിൽ എത്രത്തോളം ഗൗരവമായിട്ടുള്ള ഒരു ചിന്തയുണ്ട് എന്നുള്ളത് എനിക്ക് പലപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട്. അതും കൂടെ ഞാനൊന്ന് ടച്ച് ചെയ്ത് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പല പാസേജുകളും വായിക്കാത്തത് സമയത്തിന്റെ പരിമിതി കൊണ്ടാണ്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് അത് വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 28-ല് നമുക്ക് കാണാൻ കഴിയുന്നത് ക്രിസ്തു തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്നതാണ് ദൈവത്തിന്റെ സഭ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന സഭ ആണെങ്കിൽ ദൈവം തന്റെ രക്തമാണ് അതിന് കൂലിയായിട്ട് കൊടുത്തതെങ്കിൽ സഭയുടെ ഉടമസ്ഥൻ കർത്താവാണ്. അതിന്റെ ചെലവെന്ന് പറയുന്നത്, അതിന് കൊടുത്ത വില എന്ന് പറയുന്നത് കർത്താവായിട്ടുള്ള യേശുക്രിസ്തുവിന്റെ സ്വന്തം രക്തമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സഭയെക്കുറിച്ച് കർത്താവായിട്ടുള്ള യേശുക്രിസ്തുവിന് വളരെ പ്രാധാന്യവും ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഈ വെളിപ്പാട് പുസ്തകങ്ങളിലേക്കൊക്കെ നമ്മൾ വായിക്കുമ്പം സഭയുടെ മധ്യേ നടക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് കാരണം ദൈവം സഭയെ വളരെ ഗൗരവമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കുടുംബത്തെ ഇത്ര പ്രാധാന്യത്തോടുകൂടെ സ്ഥാപിച്ച അതേ ദൈവം തന്നെയാണ് സഭയെയും പണിയുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ സഭയെ ഡിസൈൻ ചെയ്തിട്ട് ദൈവം ഇങ്ങനെ വെറുതെ പോവുകയല്ല ചെയ്തത്. സഭയിലുള്ള ഓരോ വ്യക്തികൾക്കും ഒരേപോലെ തന്നെ പ്രാധാന്യം കൊടുത്ത് നമ്മളെ ഇങ്ങനെ ഒരു സഭയുടെ പരിപാടിയിലാക്കിയിട്ട് പോവുകയാണ്.
അതിനെക്കുറിച്ച് നമുക്ക് ബൈബിൾ വായിക്കും പറയാം. അതിനൊക്കെ കമ്പയർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ശരീരം വെച്ചിട്ടാണ് അതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ആരോഗ്യമുള്ള ഒരു ശരീരം എന്ന് പറയുന്നത് ശരീരത്തിന്റെ വിവിധ അവയവങ്ങൾ ഒരുപോലെ പ്രവർത്തിച്ച് ഒരുപോലെ എല്ലാ അവയവങ്ങളും ഒരുപോലെ ഫങ്ഷൻ ചെയ്യുമ്പോഴാണ് ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള ഒരു ശരീരം ആണ് എന്ന് നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് നമുക്ക് സഭയിലേക്കും കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. സഭയിലാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ വ്യക്തികളായിട്ടുള്ള നമ്മളുടെ എല്ലാവരുടെയും ഫങ്ഷൻസ് നമ്മൾ ഏറ്റവും പ്രോപ്പറായിട്ട് ചെയ്യുമ്പോഴാണ് ഒരു സഭ ഏറ്റവും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പം നമുക്കതിനെ അവഗണിക്കാനായിട്ട് പറ്റില്ല. ഒരു കുടുംബത്തിന്റെ വളർച്ചയ്ക്കും പരിപാലനത്തിനും അതിന്റെ ഉന്നമനത്തിനും അതിന്റെ ഒരു നിലനിൽപ്പിനും ഒരു സ്ത്രീയുടെ പങ്ക് എത്രത്തോളം വലുതാണോ അതേ പങ്ക് ഒരു സഹോദരിക്ക് അല്ലെങ്കിൽ സഹോദരിമാരായിട്ടുള്ള നമുക്ക് സഭയോടുമുണ്ട്. അപ്പം ഈ പങ്കിനെ നമ്മൾ അവഗണിച്ചാൽ ഒരു കുടുംബം എത്രത്തോളം പരാജയപ്പെടുമോ അതേ ഗൗരവത്തിൽ തന്നെ നമ്മളുടെ സഭയും പെടുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ആ നിലയിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ന് നമുക്ക് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. ഈ ഗൗരവകരമായിട്ട് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ചും ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സഭയെക്കുറിച്ചുമുള്ള ഒരു ഗൗരവമായിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ അത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് കർത്താവ് പ്രതീക്ഷിക്കുന്ന ഒരു നിലയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് നമുക്ക് സഭയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ദൈവവചനത്തിലെ 2-3 സഹോദരിമാരുടെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് മുമ്പ് ബില്ലി ഗ്രഹാം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗോഡ്ലി വുമൺ കനോട്ട് ബി മെഷേർഡ്. ഹെർ ഇമ്പാക്ട് ഓൺ ദ ചർച്ച് ആൻഡ് ദ വേൾഡ് ഈസ് ഇറ്റേണൽ. ദൈവഭക്തിയുള്ള ഒരു സ്ത്രീയുടെ സ്വാധീനം അളക്കുവാൻ സാധിക്കില്ല. അത് ഈ ലോകത്തിനും അപ്പുറം നിത്യതയോളമുള്ള ഒന്നാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ നിത്യതയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ദൈവത്തിന്റെ സഭയെ കണ്ടാൽ, ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ദൈവത്തിന്റെ സഭയെ കണ്ടാൽ, ഒരു സഹോദരി എന്ന നിലയിൽ, സഹോദരിമാര് എന്ന നിലയിൽ നമുക്ക് ഈ സഭയ്ക്ക് വേണ്ടി, ഈ ദൈവിക രാജ്യത്തിന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് എങ്ങനെ പ്രയോജനകരമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ഹാർട്ട്, ഒരു തുറന്ന ഹൃദയം നമുക്ക് ആവശ്യമാണ്. നമുക്ക് നമ്മെ ദൈവിക പരിപാടിക്കായിട്ട് ഒരുക്കുന്നതിന് മുമ്പ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഒരു തുറന്ന ഹൃദയത്തെയാണ്. തുറന്ന ഹൃദയം എന്ന് പറയുമ്പം പലപ്പോഴും നമ്മൾ അതിനെ ഒരു ബലഹീനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അങ്ങനെ ബലഹീനതയല്ല അവിടെ കാണുന്നത്. മറിച്ച് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട, ഓപ്പൺ ചെയ്യുന്ന, ദൈവം എന്താണോ പറയുന്നത് അത് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുന്ന ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു തുറന്ന ഹൃദയത്തെയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ദൈവം ഇങ്ങനെ പ്രതീക്ഷിക്കുമ്പം നമ്മളിൽ നിന്നിങ്ങനെ നമ്മളുടെ ഫുൾ പൊട്ടൻഷ്യലുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഫുൾ കഴിവുകളുള്ള പരിപൂർണമായിട്ടുള്ള ഒരു സഹോദരിമാരെയൊന്നും അല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്. ദൈവം തെരഞ്ഞെടുത്തതും അങ്ങനെയുള്ളതല്ല. ബലഹീനരും അശക്തരും നമ്മളുടെ ബലഹീനതയിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടത്തക്ക രീതിയിലുള്ള ആൾക്കാരെയാണ് ദൈവത്തിന്റെ പരിപാടിക്കായിട്ട് ഉപയോഗിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ദൈവ ശബ്ദത്തിനായി, ദൈവഹിതത്തിനായി, ദൈവജനത്തിനായി തുറക്കപ്പെട്ട ഹൃദയങ്ങളെയാണ് ദൈവം ഉപയോഗിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് ഈ തുറന്ന ഹൃദയം എന്ന് നമുക്ക് ചിന്തിച്ചാല് അതിന് പല ഉത്തരം ഉണ്ടാവും. പക്ഷെ ഞാൻ വിചാരിക്കുന്നു ദൈവം നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ യെസ്, ശരി ദൈവമേ എന്ന് പറയുന്നതാണ് തുറന്ന ഹൃദയം എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്. അതായത് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുൻപേ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതാണ് ഒരു തുറന്ന ഹൃദയം. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തില് യേശുക്രിസ്തുവിന്റെ അമ്മയായിട്ടുള്ള മറിയ ഇങ്ങനെ ഒരു വാക്ക് ദൈവത്തിന്റെ ദൂതൻ, ദൈവം സംസാരിക്കുമ്പോൾ പറയുന്നത് കേൾക്കാം. നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് മറിയം പറയുമ്പോൾ
വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവൾ അറിഞ്ഞിട്ടല്ല അതിനെക്കുറിച്ച് പറയുന്നത്. അവൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള അപമാനങ്ങളെ കുറിച്ചോ വേദനകളെ കുറിച്ചോ അതിനുവേണ്ടി എത്രത്തോളം വില കൊടുക്കണം എന്നുള്ളതോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു അറിവും അതിനെക്കുറിച്ചുള്ള എല്ലാ ചെക്കിങ്ങും നടത്തിയിട്ടൊന്നും അല്ല മറിയ ഒരു ഉത്തരം പറഞ്ഞത്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. എന്തൊക്കെയാണെങ്കിലും എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ ഒന്ന് കേട്ടു ദൈവത്തിന്റെ ശബ്ദം, ഞാൻ അതിനു വേണ്ടിയിട്ട് റെഡി ആവുന്നു. അതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഒരു തുറന്ന ഹൃദയത്തിന് എല്ലാ വിശദീകരണങ്ങളുടെയും എല്ലാ ക്വസ്റ്റ്യന്റെയും ആൻസർ നമുക്ക് കിട്ടണമെന്ന് ആവശ്യമില്ല. അതുപോലെ തന്നെ എല്ലാ സാഹചര്യങ്ങളും അതിനനുകൂലമായിട്ട് വരണമെന്നില്ല. മറിച്ച് ദൈവം എന്തു പറഞ്ഞോ, ദൈവമേ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി ആണ്, നീ എന്നോട് എന്താണോ പറയുന്നത് അത് ചെയ്യാനായിട്ട് ഞാൻ റെഡിയാണ് എന്ന് പറയുന്ന ഒരു മറിയെ നമ്മൾ കാണുന്നത് പോലെ അതേ അവസ്ഥയിൽ തന്നെയാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സഹോദരിമാരായിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ദൈവത്തെ അനുസരിക്കുവാനായിട്ടും ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ടും നമ്മൾ പലപ്പോഴും തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എങ്ങനെ? എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വന്നാല് എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ നടന്ന് എല്ലാ കാര്യങ്ങളിലും ഒരു ഒരു സമാധാനമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും സ്റ്റെപ്പ് എടുക്കുന്നതായിട്ട് കാണാം. അങ്ങനെയല്ല ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മറിച്ച് ദൈവത്തെ കേൾക്കുന്ന ഒരു സഹോദരിക്ക് ഒരു ദൈവത്തിന്റെ ദർശനങ്ങളെ കാണുന്നതിന് പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട. അപ്പൊ ആ ദർശനങ്ങളെ കണ്ണു തുറന്ന് കാണാനായിട്ടുള്ള ഒരു മനസ്സോടുകൂടെ ദൈവം എന്താണോ എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതനുസരിക്കാനായിട്ടുള്ള ഒരു മനസ്സോടുകൂടെ നമ്മളായിരിക്കണം എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാനായിട്ട് ആഗ്രഹിച്ചത്. രണ്ടാമതായിട്ട് ഞാൻ ദൈവവചനത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു തുറന്ന ഭവനം ആയിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് അപ്പസ്തോല പ്രവൃത്തികൾ, ഇതൊക്കെ വളരെ ബൈബിളിൽ നിങ്ങൾ വായിച്ച് കുറേ പരിചയമുള്ള ഒരു കാര്യമാണ്. അപ്പസ്തോല പ്രവൃത്തികളിൽ നമുക്ക് അപ്പസ്തോല പ്രവൃത്തികളിലും റോമാലേഖനത്തിലും ഒക്കെ ആയിട്ട് നമുക്ക് അക്വിലാവിനെയും പ്രിസ്കില്ലയെയും കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഞാനത് പിന്നീട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പം എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടവും കുറച്ചും കൂടെ നമ്മളുടെ എത്രത്തോളം ആ ശുശ്രൂഷ ഗൗരവമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ബോധ്യം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ എനിക്ക് അങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. ഞാൻ അതില് റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ ചില വാക്കുകൾ വായിക്കാം. ക്രിസ്തുവേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കില്ലയെയും അക്വിലാവെയും വന്ദനം ചെയ്യുന്നു. അവർ എൻ്റെ പ്രാണനു വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു. അവരുടെ വീട്ടിലെ സഭയെയും വന്ദനം ചെയ്യുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ പൗലോസ് ഇവരെ കുറിച്ച് പറയുന്നത് കോ വർക്കർ എന്നാണ്, അതായത് ഹെൽപ്പർ എന്നല്ല, കോ വർക്കർ എന്നാണ് പറയുന്നത്. അപ്പൊ ഹെൽപ്പർ എന്ന് പറയുമ്പം എനിക്ക് കേരളത്തിൽ അറിയില്ല, ഇവിടെയൊക്കെ നമ്മൾ ഈ കൺസ്ട്രക്ഷന്റെ പണി നടക്കുന്ന സമയത്ത് ഇഷ്ടികയൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരാളുണ്ടാവും, അയാൾക്ക് സിമെന്റ് ഒക്കെ കുഴച്ചു കൊടുക്കുന്ന ഒരാൾ ഹെൽപ്പർ എന്ന് പറയും. അപ്പം ഇഷ്ടിക കൊടുക്കുന്ന ഒരാളും അതായത് മേസ്ത്രി ആ ഒരു കൺസെപ്റ്റിലല്ല. അതായത് പൗലോസ് ഇങ്ങനെ പോയപ്പം അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു അക്വിലാവിനെയും പ്രിസ്കില്ലയെയും അല്ല കാണുന്നത്. സെയിം പൗലോസ് ചെയ്ത അതേ വർക്ക്, കോ വർക്കർ എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ അർത്ഥം ഒരു സെയിം പർപ്പസിന് വേണ്ടി, ഒരേ ലക്ഷ്യത്തിന് വേണ്ടി, ഒരേ ഉദ്ദേശത്തോടെ ഏതറ്റം വരെയും കഠിനമായിട്ട് അധ്വാനിക്കാനായിട്ടുള്ള ഒരു മനസ്സ്, അതിനുവേണ്ടി ഒന്നിച്ച് കൂടെ നിൽക്കുന്ന ആ കാര്യത്തിനാണ് കോ വർക്കർ എന്ന് പറയുന്നത്. അതൊരു ഷോർട്ട് ടൈം, ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടോ ഒരു മണിക്കൂറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടോ മാത്രം ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല. അതൊരു തുടർമാനമായിട്ടുള്ള ഒരു അധ്വാനമാണ്. അത് ഈസി ആയിട്ടുള്ള അധ്വാനമല്ല, വളരെ പ്രയാസപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ പറയുന്നത് പ്രാണൻ വെച്ചു കൊടുക്കാൻ പോലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ പോലും കടന്നു പോകേണ്ടതായിട്ടുള്ള സമയങ്ങളിൽ പോലും പൗലോസിന്റെ കൂടെ കഷ്ടവും നഷ്ടവും ഒക്കെ സഹിച്ച് അധ്വാനിക്കുവാനായിട്ട് മനസ്സ് കാണിച്ച ഒരു കുടുംബത്തെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
പിന്നീട് ഈ അപ്പസ്തോല പ്രവൃത്തികളിലും റോമലേഖനത്തിലുമായിട്ട് ഏകദേശം 6 തവണ ഇവരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഏകദേശം 4 തവണയാണെന്ന് എനിക്ക് തോന്നുന്നു പ്രിസ്കില്ലയെ കുറിച്ചാണ് ആദ്യമായിട്ട് പറയുന്നത്. അപ്പം ആദ്യം അപ്പല്ലോസിനെ അക്വിലാവിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് പ്രിസ്കില്ലയെ കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് അത്രത്തോളം ഉത്സാഹത്തോടുകൂടെ സഭയ്ക്ക് വേണ്ടി മുന്നിൽ നിന്ന ഒരു സഹോദരിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ വീട്ടിലെ സഭയെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാല് അനേകരുടെ ആശ്വാസത്തിനും ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുവാനായിട്ട് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് തുറന്നു കൊടുത്ത ഒരു ഭവനത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല ദൈവവചന പരിപാലനത്തില് ദൈവത്തിന്റെ ഒരു വചന പരിശീലനത്തിന്റെ ഒരു ഇടവും കൂടെ ആയിട്ട് ഇവരുടെ ഭവനത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അസാധാരണമാകുന്ന വിധത്തില് ദൈവത്തിന്റെ കൃപാവരം ഉപയോഗിച്ച ഒരു സഹോദരിയാണ് പ്രിസ്കില്ലയോടെയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് സഹോദരിമാർക്കൊക്കെ അറിയാം, നമ്മളിങ്ങനെ ഒരു ഭവനത്തെ ഇങ്ങനെ തുറന്നു കൊടുക്കുമ്പോൾ സഹോദരന്മാരെക്കാൾ കൂടുതൽ സഹോദരിമാർ അധ്വാനിക്കേണ്ടതായിട്ടും എഫേർട്ട് എടുക്കേണ്ടതായിട്ടും ഒക്കെ വരും. ഇവിടെ ഈ പരിപാടിക്ക് വേണ്ടി ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്ത ഒരു സഹോദരിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എല്ലാവരും സഞ്ചരിക്കുന്നതിന്റെ ഒപ്പം സഞ്ചരിക്കാതെ അതിനുവേണ്ടി ഒരു കുറച്ചുകൂടെ മുന്നേക്ക് യാത്ര ചെയ്ത പ്രിസ്കില്ലയെ നമുക്ക് കാണാം. അത് ഒരു 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 ക്രിസ്തീയ ഒരു ഇറ്റേണൽ പെർസ്പെക്റ്റീവില് പ്രിസ്കില്ലയുടെ ജീവിതത്തെയും കുടുംബത്തെയും ഒക്കെ കണ്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, പിന്നീട് സിറിയയിലേക്ക് പൗലോസ് പോകുന്ന സമയത്ത് അക്വിലായും പ്രിസ്കില്ലയും കൂടെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ കൂട്ടുവേലക്കാരെന്ന് പറയുന്നത് നമുക്ക് അവിടെയാണ്, ആ ഒരു സംഭവത്തിലാണ് വീട്ടിൽ വരുമ്പോ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്ന ഒരു പരിപാടിയായിട്ട് മാത്രം അവിടെ നിന്നില്ല. പൗലോസ് സഞ്ചരിച്ചപ്പോ കൂടെ യാത്ര ചെയ്യുകയും മിനിസ്ട്രിയിലെ പങ്കാളികളാവുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്കറിയാം, അലക്സാന്ദ്രിയക്കാരനായ അപ്പല്ലോസിന്റെ പ്രസംഗം കേട്ട് അവനെ വീട്ടിലേക്ക് ചേർത്തുകൊണ്ട് അവനോട് ദൈവവചനത്തെക്കുറിച്ച് അധികം സ്പഷ്ടമായിട്ട് അവന് പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭമൊക്കെ നമുക്ക് ഈ അപ്പസ്തോല പ്രവൃത്തികളിൽ വായിക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് തുറന്ന ഒരു ഭവനം ആയിരുന്നു. ദൈവത്തിന്റെ പരിപാടിക്ക് വേണ്ടി വളരെ പ്രയോജനകരമായിട്ട് തുറന്നു കൊടുത്ത ഒരു ഭവനത്തെയും ഒരു വീട്ടിലെ സഭയെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ അപ്പസ്തോല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 11 വരെയുള്ള പൗലോസിന്റെ ഫിലിപ്പിയിലുള്ള സുവിശേഷ ഘോഷണത്തെ പറ്റി നമ്മൾ വായിക്കുമ്പം അവിടെയും ആദ്യം സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട തുയത്തൈര്യ പട്ടണക്കാരത്തിയായ രക്താംബരം വിൽക്കുന്ന ലുദിയ അല്ലെങ്കിൽ ലിഡിയ എന്ന് പറയുന്ന ഒരു സഹോദരിയെ കുറിച്ച് നമ്മൾ അവിടെ കേൾക്കുന്നുണ്ട്. ഒരു ദൈവഭക്തിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. കർത്താവിനെ കണ്ടെത്തി സ്നാനപ്പെട്ടതിന് ശേഷം തന്റെ വിശ്വാസത്തിന്റെ ഒരു പരസ്യ പ്രഖ്യാപനം ആ സഹോദരി അവിടെ നടത്തുന്നത് കാണാം. അതും നമുക്കത് വായിക്കുമ്പം ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സന്തോഷം തോന്നും. ആക്ട്സ് 16:15 ഇങ്ങനെയാണ്: നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്നു ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ ലിഡിയ തിരിച്ചറിഞ്ഞ ദൈവ സത്യത്തിന്റെ ഒരു പ്രായോഗിക തെളിവ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. തന്റെ ഹൃദയം ദൈവത്തിന് തുറന്നപ്പോൾ ഭവനവും കൂടെ കർത്താവിന്റെ പരിപാടിക്കായിട്ട് തുറന്ന ലിദിയെ നമുക്ക് കാണാം. അത് അവിടെ കൊണ്ടൊന്നും നിന്നില്ല. ലിദിയ ഒരു അതിഥി സൽക്കാര പ്രിയയായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫിലിപ്പിയിലെ സഭയിലെ ആദ്യ വിശ്വാസിയായിരുന്നെങ്കിലും യൂറോപ്പിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സഹോദരിയാണ്. ലിദിയയുടെ മാനസാന്തരത്തോടുകൂടെ അനേക സ്ത്രീകളും പുരുഷന്മാരും തന്റെ ഭവനത്തിൽ വരികയും ആശ്വാസം പ്രാപിക്കുകയും ദൈവത്തെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയൊക്കെ ചെയ്തു നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് കാരണം 16-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്കില് പൗലോസും ശീലാസും തടവറയിൽ നിന്ന് തിരിച്ചു വരുന്നത് ലിദിയയുടെ വീട്ടിലേക്കാണ്. അവിടെ വന്ന് സഹോദരന്മാരെ ആശ്വസിപ്പിച്ച് തിരികെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇവര് ജയിലിലിരുന്ന ആ സമയം കൊണ്ട് ലുദിയയുടെ വീട്ടില് ഒരു സഭ പണിയപ്പെട്ടു, അല്ലെങ്കിൽ അനേകരുടെ രക്ഷയ്ക്ക് കാരണമായിട്ട് ആ ഭവനമായി തീർന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഫിലിപ്പി ലേഖനത്തിലേക്കൊക്കെ വായിക്കുമ്പം അവിടെ ഉണ്ടായിരുന്ന സുവിശേഷ പ്രവർത്തനത്തിന്
ഈ സഭയുടെ ഒരു സപ്പോർട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ സമയത്തും യുവോദിക്കയും സന്തുക്കയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ യുവോദിക്കയും സന്തുക്കയും ഒക്കെ ഈ ലുദിയയുടെ വീട്ടില് സഭയിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ആൾക്കാരെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ദൈവത്തിന് വേണ്ടി നമ്മളങ്ങ് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ, വില്ലിങ് ആയി നമ്മളുടെ ഭവനത്തെ നമ്മൾ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ, അതിന്റെ ഫലം, അതിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമായിട്ടുള്ള ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ ജീവിതത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്, ദൈവത്തെ കണ്ടുമുട്ടിയതിന് ശേഷം ഓക്കെ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു ദർശനമില്ലാത്ത ഒരു ജീവിതം നയിച്ച ആൾക്കാരെ അല്ല, പ്രത്യേക ദർശനത്തിന് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന കൃപാവരങ്ങളെ കുറിച്ച് അറിവും ബോധ്യമുള്ളവരായി ദൈവത്തിന്റെ സഭയുടെ പരിപാടിയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടി പ്രവർത്തിച്ച സഹോദരിമാരാണ് ഇവര്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന എന്താ? നമ്മളുടെ ഭവനവും നമുക്ക് അതിഥി സൽക്കാരത്തിനായിട്ടും പ്രാർത്ഥനാ യോഗങ്ങൾക്കായിട്ടും കോട്ടേജ് മീറ്റിങ്ങുകൾക്കായിട്ടും തുറന്നു കൊടുക്കാനായിട്ട് സാധിക്കും. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, പൂർണ്ണമായ വീടുകളെയല്ല, ലഭ്യമായ വീടുകളെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. ദൈവദാസന്മാർക്ക് തുറന്നു കൊടുക്കുന്ന ഭവനമായിട്ട് നമ്മളുടെ ഭവനങ്ങളെ നമുക്ക് തുറന്നു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? വിശുദ്ധന്മാരുടെ കൂട്ടായ്മയ്ക്കും ആശ്വാസത്തിനുമായിട്ടുള്ള ഒരു ഭവനമായി നമ്മളുടെ ഭവനങ്ങളായി തീരാറുണ്ടോ? അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എനിക്ക് ഓടിച്ചെല്ലാനായിട്ട്, എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് ഓടിച്ചെല്ലാനായിട്ടുള്ള ഒരു ഇടമുണ്ട് എന്ന് നമ്മളുടെ ഭവനത്തെക്കുറിച്ച് നമ്മളെക്കുറിച്ച് പറയാനായിട്ട് ആൾക്കാർക്ക് സാധിക്കുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനോടനുബന്ധിച്ച് ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി മൂന്നാമതായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരു ഓപ്പൺ ഹാൻഡ്, ഒരു തുറന്ന കൈകളുള്ള, ഒരു തുറന്ന കരമുള്ള ഒരാളായിട്ട് നമുക്ക് ദൈവത്തിന്റെ പരിപാടിയിൽ പങ്കുവഹിക്കാനായിട്ട് സാധിക്കും. അതും അപ്പസ്തോല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 36 യോപ്പയില് താമസിക്കുന്ന പേടമാൻ എന്ന അർത്ഥമുള്ള തബീത എന്ന സഹോദരിയെ കുറിച്ചാണ്. ദൈവവചനം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, വളരെ വ്യക്തമായിട്ടുള്ള ഒരു 2 പരാമർശങ്ങൾ തബീതയെ കുറിച്ച് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. സൽപ്രവൃത്തിയും ദാനധർമ്മങ്ങളും ചെയ്തു പോന്നവളെന്ന് ഒരു നമ്മൾ തബീതയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ധനികയായിട്ടുള്ള ഒരു സ്ത്രീ എന്നല്ല നമ്മളവിടെ വായിക്കുന്നത്, അല്ലെങ്കിൽ വലിയൊരു നേതാവായിരുന്നു എന്നല്ല നമ്മളവിടെ വായിക്കുന്നത്, അല്ലെങ്കിൽ വളരെ പ്രസംഗ പാഠവും ഉണ്ടായിരുന്ന ഒരു സ്ത്രീ എന്നൊന്നും അല്ല നമ്മൾ വായിക്കുന്നത്. തനിക്ക് ദൈവം കൊടുത്ത കഴിവ് കൊണ്ട് വിധവമാരുടെ കുളിര് മാറ്റിയ ഒരു സ്ത്രീയെയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സഹോദരിമാരുടെ അല്ലെങ്കിൽ വിധവമാരുടെ അടുക്കൽ വന്നിട്ട് സമൂഹം അവഗണിച്ച ഒരു കൂട്ടം ആൾക്കാരുടെ അടുക്കൽ ചെന്നിട്ട്, ഞാൻ അറിഞ്ഞു കേട്ടോ, ഞാൻ പ്രാർത്ഥിക്കാം, എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞു പോകുന്ന ഒരു തബീതയല്ല, മറിച്ച് ഒരു തന്റെ കൈകൾ കൊണ്ട് ഒരു ശുശ്രൂഷ ചെയ്ത, അധ്വാനിച്ച, അവർക്ക് വേണ്ടി എന്തെങ്കിലും തിരിച്ചു ചെയ്യണമെന്ന് തിരിച്ചറിവുണ്ടായിരുന്ന ഒരു തബീതനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ സൂചിയും നൂലും, അല്ലെങ്കിൽ ആ നീഡിലും ആ ത്രെഡും അവളുടെ ഒരു മിനിസ്ട്രി ആയിട്ട് മാറുന്നത് നമുക്ക് പിന്നീട് കാണാനായിട്ട് സാധിക്കും. അവളുടെ മനസ്സലിവ്, ആ വിധവമാരെ കണ്ടിട്ട് അവൾക്ക് തോന്നിയിട്ടുള്ള ആ മനസ്സലിവ് ഒരു വലിയ സാക്ഷ്യമായി അനേകരുടെ രക്ഷയ്ക്ക് കാരണമായിട്ട് പിന്നീട് തീർന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവളെ കുറിച്ച് ചിന്തിക്കുമ്പം അവളുടെ ചുറ്റും ഉണ്ടായിരുന്ന ആൾക്കാര് അവർ ഈ വിധവമാരെ എങ്ങനെയാ കാണുന്നത്, അവരെന്താണ് ഈ വിധവമാരോട് ചെയ്തത്, അല്ലെങ്കിൽ അവളുടെ ചുറ്റുമുണ്ടായിരുന്ന മറ്റു പല സഹോദരിമാരും അവരെന്താണ് ചെയ്തത്, അവരുടെ കൃപാവരങ്ങൾ എന്താണ്, അങ്ങനെയുള്ളതായിരിക്കുന്ന യാതൊരു ക്വസ്റ്റ്യൻസോ, അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ആകുലതകളോ, അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു തോട്ട് പ്രോസസ്സോ ഒന്നും തബീതയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ദൈവം കൊടുത്തിരിക്കുന്ന കഴിവിനെ കുറിച്ചും ദൈവം തനിക്ക് താൻ രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ലഭിച്ചിരിക്കുന്ന കൃപാവരത്തെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയും അറിവും ഉണ്ടായി. അത് കർത്താവിന്റെ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ച ഒരു തബീതനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്താണ് ഇതിൽ നിന്ന് പഠിക്കാനായിട്ട് മനസ്സിലാക്കുന്നതെന്നും കൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ പരിപാടിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചാല് നമുക്ക് തബീതയുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാവുന്നത്, നമ്മളുടെ കയ്യിൽ ഒത്തിരി കാര്യങ്ങളൊന്നും വേണ്ട കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട്.
എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു ചെറിയ സൂചി, ഒരു ചെറിയ നൂലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ കാര്യങ്ങൾ കർത്താവിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ നിസ്സാരം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടും ദൈവത്തിന്റെ പരിപാടിക്ക് വേണ്ടി ഉപകരിക്കാനായിട്ടും ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് നമ്മളെ സാധിക്കും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെക്കാൾ വലിയ സാധ്യതകളും വലിയ പൊട്ടൻഷ്യലുമുള്ള കാര്യങ്ങളും സാഹചര്യങ്ങളും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞതും അങ്ങനെയല്ല. കർത്താവ് നോക്കുന്നത് ഹൃദയങ്ങളെയാണ്. അല്പത്തിൽ വിശ്വസ്തനായിരുന്നവൻ അധികത്തിലും വിശ്വസ്തനായിരിക്കും. നമ്മളിങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ടാവുമല്ലോ, നമുക്ക് ഉള്ള ചെറിയ കാര്യങ്ങളെ നമുക്ക് പങ്കുവെക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് എത്ര വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അത് പങ്കുവെക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഈ അല്പത്തില് വിശ്വസ്തരായി കർത്താവിന് വേണ്ടിയിട്ട് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടും സമൂഹത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടും ദൈവത്തിന്റെ പരിപാടിക്ക് ലോകത്തിന്റെ ഒരു വെളിച്ചമായിട്ട് നമ്മൾ തീരാനായിട്ടും തബീതയെ പോലെ ആയി തീരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അപ്പൊ ഞാൻ ഈ 3 കാര്യത്തിൽ നിന്ന് പറയാനായിട്ട് ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ ഒരു പരിപാടിയിലോ അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ചെറിയ ആയുസ്സിൽ എന്തെങ്കിലും ചെയ്ത് ജീവിച്ചു പോവുക എന്നുള്ളതല്ല. നമുക്ക് ഏറ്റവും മഹത്വകരമായിട്ടുള്ള ദൈവം വെച്ചിരിക്കുന്ന ഏറ്റവും വളരെ പദവിയുള്ള ഒരു പൊസിഷനിലേക്കാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ പരിപാടിയാണ് സഭ. സഭയിൽ നമുക്ക് വലിയൊരു പങ്കുണ്ട്. അത് നമ്മളുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കണം. പഴയ നിയമകാലത്തിലും പുതിയ നിയമകാലത്തിലേക്കും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി ശക്തിയോടുകൂടെ പ്രവർത്തിച്ച സഹോദരിമാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല സന്ദർഭങ്ങളിലും ആൾക്കാര് വീണും നശിച്ചും ഒക്കെ പോയ സന്ദർഭങ്ങളിലൊക്കെ സഹോദരിമാരെ ഉപയോഗിച്ചുകൊണ്ട് കർത്താവിന്റെ പരിപാടികൾ ദൈവം മുന്നോട്ട് കൊണ്ടുപോയത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ ചെറിയ ആൾക്കാരൊന്നും അല്ല. അങ്ങനെയുള്ള ചിന്തകളൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരരുത്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കണം. ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലേക്കൊക്കെ ഞാൻ ഇങ്ങനെ കടന്നുപോയി. എന്തായാലും സഹോദരിമാര് ചെയ്യുന്ന ഒരു ഉദ്യമം വളരെ നല്ലൊരു ഉദ്യമമാണ്. അവര് പല സബ്ജക്റ്റുകൾ അവർ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മളത് പഠിച്ച് കേട്ട് നമ്മളിങ്ങനെ എന്താ പറയാ അങ്ങൊരു രസമായിട്ട് നമ്മൾ അങ്ങനെ പോകരുത്. നമുക്ക് പിന്നീട് കേൾക്കാൻ പറ്റുമെങ്കിൽ നമ്മളത് പിന്നീട് കേൾക്കണം. നമ്മൾ പഠിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതൊരു ഇറ്റേണൽ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് നമുക്ക് കൊണ്ടുവരുന്നത്. ഇതിന്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കേട്ട് നമ്മളങ്ങ് പോകും. പക്ഷെ നമ്മൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങിയാലുണ്ടല്ലോ നമ്മളുടെ ഈ ശബ്ദങ്ങളൊക്കെ കുറഞ്ഞു പോകും. ഇതിനേക്കാൾ ഉറക്കെ സംസാരിക്കുന്ന നമ്മളെ പിന്നെ നമ്മളുടെ കഴിവുകളെയൊക്കെ വികസിപ്പിച്ച് ആകാശത്തോളം പറക്കാൻ, ഉയരെ പറക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് ഈ എക്സ്റ്റേണൽ ആയിട്ട് നമുക്കുള്ളത് കൊണ്ട് നമ്മൾ അതിനകത്ത് കുടുങ്ങി പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നമ്മളുടെ ദർശനങ്ങളെ നമ്മൾ ഒരിക്കലും മാറിപ്പോകരുത്. നമുക്ക് സഭയെക്കുറിച്ച് വലിയൊരു പരിപാടിയുണ്ട്. അപ്പൊ ആ സഭയിൽ വലിയൊരു പങ്ക് വഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ നമ്മളുടെ കുടുംബങ്ങളെ, നമ്മളുടെ കൈകളെ, നമ്മളുടെ ഹൃദയങ്ങളെ നമുക്ക് ദൈവത്തിന്റെ പരിപാടിക്കായിട്ട് തുറന്നു കൊടുക്കണം. അതിഥി സൽക്കാരത്തിന് വേണ്ടി നമ്മളുടെ കുടുംബങ്ങളെ നമുക്ക് തുറന്നു കൊടുക്കാം. സഭയുടെ പരിപാടിക്കായിട്ട് നമുക്ക് തുറന്നു കൊടുക്കാം. നമ്മളിപ്പോ കൃപാവരങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ എല്ലാവർക്കുമുള്ള കൃപാവരങ്ങൾ ഒന്നൊന്നും ഒരുപോലെയുള്ള കൃപാവരങ്ങളല്ല. പക്ഷെ അത് തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ പരിപാടിക്കായിട്ട് നമ്മൾ അത് ഉപയോഗിക്കണം. പക്ഷെ ഈ അതിഥി സൽക്കാരത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതിഥി സൽക്കാരം ആചരിപ്പിൻ എന്ന് തന്നെയാണ് പറയുന്നത്. അത് നമ്മളോടൊരു നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യാനായിട്ട് ദൈവവചനം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ഇതിനെക്കുറിച്ചൊരു അവെയറുള്ള ആൾക്കാരായിട്ടിരിക്കണം. ഇതിനെക്കുറിച്ചൊരു ബോധ്യമുള്ള ആൾക്കാരായിട്ടിരിക്കണം. അതിനു വേണ്ടിയിട്ട് കർത്താവ് നമ്മളെ ഉപയോഗിക്കട്ടെ. അപ്പം പ്രിയ സഹോദരിമാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഞാൻ എന്നെ ഉൾപ്പെടുത്തി പറയാം. ദൈവം തന്റെ സഭയെ പണിയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള കെട്ടിടങ്ങളിലൂടെയോ സംവിധാനങ്ങളിൽ കൂടിയോ ഒന്നും അല്ല. നമ്മളെ പോലുള്ള ചെറിയ ആൾക്കാരെ ഉപയോഗിച്ച്, നമ്മളുടെ തുറന്ന ജീവിതങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ദൈവം നമ്മളുടെ സഭയെ പണിയുന്നത്. നമ്മളാൽ ആവോളം
കർത്താവിന്റെ പരിപാടിക്ക് വേണ്ടി കർത്താവ് ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് മറിയം പറഞ്ഞു. ഇതാ കർത്താവിന്റെ ദാസി എന്ന് മറിയ പറഞ്ഞതുപോലെ ഇതാ എന്റെ ഭവനം, എനിക്ക് ദൈവം തന്നിരിക്കുന്ന സാധ്യതകളെ ഞാൻ ദൈവത്തിന്റെ പരിപാടിക്കായിട്ട് ഉപയോഗിച്ച അക്കിലാവിനെയും പ്രിസ്കിലയെയും പോലെ, ലിഡിയയെ പോലെ, നമ്മൾ കേട്ട തബീതയെ പോലെ നമ്മളുടെ ജീവിതങ്ങളായി തീരുവാനായിട്ട് ദൈവം നമ്മളെ അതിനായിട്ട് ഒരുക്കട്ടെ. നമ്മൾ പ്രയോജനമുള്ള സഹോദരിമാരായിട്ട് ജീവിച്ച് നമുക്കൊരു ഒരു ഒരു വലിയ വ്യതിയാനം ഈ കാലഘട്ടത്തിൽ വരുത്താനായിട്ടും അത് നമ്മളുടെ മക്കളിലേക്കും ഇത് കണ്ടു വളരുന്ന മക്കൾ ഇതാണ് സഭ എന്ന്, അല്ലെങ്കിൽ എൻ്റെ അമ്മ പറയുന്നതാണ് എൻ്റെ സഭ, അല്ലെങ്കിൽ ഇതാണ് സഭയിൽ നിന്ന് ഞാൻ പഠിക്കേണ്ടത് ചെയ്യേണ്ടത് എന്ന് തരത്തിൽ നമ്മളുടെ കുഞ്ഞുങ്ങളും നമ്മളുടെ തലമുറകളൊക്കെ ആയി തീരാനായിട്ട് ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കേട്ടു. കേട്ടതൊന്നും പുതിയ കാര്യങ്ങളല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ സൗകര്യം അത് തൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിലെ കൂടെ തന്നെ ആയിരിക്കാം അത് ഞാൻ അത്രയും എംഫസൈസ് ചെയ്ത് പറഞ്ഞപ്പോൾ നമുക്കെല്ലാവർക്കും അതിനെക്കുറിച്ച് കൂടുതലൊരു ബോധ്യവും എന്താ പറയാ, അങ്ങനെ അല്ലല്ലോ, എൻ്റെ ഉള്ളിൽ വന്നത് അങ്ങനെയാണ്, ഞാൻ അങ്ങനെ അല്ലല്ലോ എന്നുള്ളൊരു ചിന്ത എത്രയോ മാറാനുണ്ട് എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നു. അതുപോലെ കേട്ട എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സൗരി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു എന്താ പറയാ, നമ്മള് എന്തെങ്കിലും ചെയ്തു പോവുക എന്നുള്ളതല്ല, കർത്താവ് തന്നിട്ടുള്ള കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞപ്പം പ്രത്യേകം ഇപ്പം ഞങ്ങളെ കുറച്ച് നാളായിട്ട് കൃപാവരങ്ങളെ കുറിച്ച് കൂടുതൽ സൗകര്യമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാനത് കൂടുതൽ ശ്രദ്ധിച്ചു. കൃപാവരങ്ങളെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും നമ്മളെ കയ്യിൽ ദൈവം തന്നിട്ടുള്ള ചെറിയ അവസരങ്ങൾ ഉപയോഗിക്കുമ്പോൾ വലിയ സാധ്യതകൾ, അത് നിത്യതയോടുള്ള ബന്ധത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയ സാധ്യതകളാണ് അതിനുള്ളത് എന്നുള്ളതൊക്കെ വീണ്ടും കേൾക്കാനും സാധിച്ചു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കേട്ട നമുക്ക് എല്ലാവർക്കും അത് അനുഗ്രഹത്തിന് ഇടയാക്കട്ടെ. നമ്മുടെ ജീവിതങ്ങളിൽ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ദൈവം അവസരം തരട്ടെ. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പല കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ, പക്ഷെ അതൊക്കെ കേട്ടു പോവുക എന്നുള്ളതിനപ്പുറമായിട്ട് നമുക്ക് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ദൈവം പ്രത്യേകം കൃപ തരട്ടെ. ഒരു സഭയ്ക്ക്, ഒരു കുടുംബത്തില് ഒരു അമ്മ, ഭാര്യ എന്നുള്ള നിലയിലൊക്കെ നമുക്കുള്ള റോള് പോലെ തന്നെയാണ് അതേ ഇമ്പോർട്ടൻസ് ഒരു സഭയിൽ ഒരു സഹോദരിക്കുണ്ട് എന്നുള്ളത് സൗരി പറഞ്ഞു. നന്നായി ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാവും. ശരിയാണ്, നമ്മൾ എത്രത്തോളം അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. കർത്താവ് കൂടുതൽ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ.